143 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 143 സങ്കീർത്തനം. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തതയിലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവനാലും തിരുസന്നിധിയിൽ നീതിമാനാകുകയില്ലല്ലോ. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, എൻ്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എൻ്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു, വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറക്കരുതേ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാകണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിങ്ങളിലേക്ക് ഉയർത്തുന്നുവല്ലോ. യഹോവേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. ഞാൻ നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. നിന്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെയൊക്കെയും നശിപ്പിക്കണമേ. ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ അയോഗ്യരായ ഞങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലേക്ക് വരുവാൻ ദൈവം അവസരം നൽകിയ നല്ല കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് സകലവും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത നല്ല ദൈവമേ, ഈ ഭൂമിയിൽ മനുഷ്യരായി ഞങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഈ അതിരാവിലെ സമയം ഈ പ്രഭാതം കാണുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ ആ വിലയേറിയ സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, എത്രയോ മനുഷ്യജീവിതങ്ങൾ ഈ പകൽക്കാലം കാണാൻ കഴിയാതെ വളരെയധികം ദുഃഖത്തിലും നെടുവീർപ്പിൻ്റെ അവസ്ഥകളിലും കഷ്ടതകളിലും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലുമായി മനുഷ്യരായി തീരുമ്പോൾ ഞങ്ങളെ പ്രത്യേകമായി ഈ ആരാധനയിലേക്ക് ഈ പ്രഭാതത്തിൽ കൊണ്ടുവന്നു. പരിശുദ്ധനായ ദൈവമേ, നിൻ്റെ തേജസ്സും നിൻ്റെ കൃപയും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഭാഗ്യം നൽകി. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഈ സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ സഭയിലെ വിശ്വാസികളായി പ്രാർത്ഥനയിലും ഭയഭക്തിയിലും കണ്ണുനീരോടുകൂടെയൊക്കെയും ഈ ഭാഗത്ത് ശുശ്രൂഷ ചെയ്യുവാൻ നിൻ്റെ മക്കളെ ദൈവം സഹായിച്ചു. ഓരോ ഭാഗങ്ങളിൽ അവർക്ക് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇടവരുത്തിയല്ലോ. ദൈവമായ കർത്താവെ, സ്നേഹത്തിനായും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കരുണയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ കൃപ വഴികൾക്കായും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ഈ അവസരത്തിൽ കോയറിനോട് ചേർന്ന് നമുക്ക് 32 പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. കീർത്തന പുസ്തകം.
സാധാരണ ആരാധനാക്രമം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന് നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമകളെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിലുള്ളത്. ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ അതിന്റെ കുറ്റം ക്ഷമിച്ചു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവുമായുള്ളവേ, അരിശഭാവികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരുമാകുന്നു എന്നോ നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നു എന്നും ഞങ്ങൾ നിന്നോട് ഏറ്റവും പറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം
ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾ പരമേൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളെ എല്ലാ പാപങ്ങളെയും നിമിത്തം ക്ഷമിക്കണമേ. നിന്റെ ഇഷ്ടയെ കുറിച്ചുള്ള സത്യ അറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർണമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജയം പ്രാപിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തൻ്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് വാഗ്ദത്തവും തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവിത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പെന്തക്കോസ്ത് നാളിലേക്കുള്ള ആരംഭവാക്യം. ഭൂമി ദൈവാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ചിതറി പോകുന്നു. അവനെ പാലിക്കുന്നവരും അവന്റെ മുൻപിൽ നിന്നോടി പോകുന്നു. ഞങ്ങളോട് അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം. ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു.
ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ സ്വർണ്ണ കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതിനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളോരേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന് വലത്ത് പാത്തിരിക്കുന്നവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവോടുകൂടി പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് നാളിലേക്കുള്ള പ്രാർത്ഥനയാണ്. അതിൻ്റെ ചെറിയ പുസ്തകത്തിൽ 76-ാമത്തെ പേജും വലിയ പുസ്തകത്തിൽ 65-ാമത്തെ പേജുമാണ്. പ്രാർത്ഥന. വിശ്വാസികളായ ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തെ അയച്ച് ഹൃദയങ്ങളിൽ ഉപദേശമാരി ചൊരിയുന്ന കാരുണ്യവാനായ ദൈവമേ, ആത്മാവിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാ കാര്യങ്ങളിലും നല്ല വിവേകമുണ്ടാകുവാനോ അവന്റെ വിശുദ്ധ ശ്വാസത്തിൽ എപ്പോഴും ആനന്ദിപ്പാനോ കരുണ ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനവും കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം കീർത്തന പുസ്തകത്തില് ചെറിയ 196-ാമത്തെ പേജാണ് പാട്ട്. വലിയ പുസ്തകത്തിൽ 178-ാമത്തെ പാട്ട്. അത് സമയത്ത് മാസവരി കാണിക്കകളെ സമർപ്പിക്കുന്ന സമയമാണ്. 196-ാമത്തെ പാട്ടും വലിയ പുസ്തകത്തിൽ 178-ാമത്തെ.
ആവസിച്ചു നവ തേജസ്സാലിന്നോടെ ജീവൻ പ്രശോഭിപ്പിക്കാം. ഇന്നും ആവസിച്ചു നവ തേജസ്സാലിന്നോടെ ജീവൻ പ്രശോഭിപ്പിക്കാം. ദൈവസന്നിധിയിൽ നൽകിയ ഈ കാണിക്കകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മാസവരിയായിട്ട് നൽകിയ പ്രിയപ്പെട്ടവരെ ഓർക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായ സ്തോത്ര വഴിപാടായിട്ട് നൽകിയ എബിൻ, ബിബിൻ, അതുപോലെ മേലേക്കോണം വേണു തൻ്റെ മൃഗസമ്പത്തിന് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സിസിലി എന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ സ്റ്റിജിൻ, അന്ന എന്നീ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവകരങ്ങളിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അരുണിന് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. മറ്റെല്ലാ വഴിപാടുകളെയും പ്രത്യേകിച്ച് ഈ മനോഹരമായ ആരാധനയിൽ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ വരുവാനും അതുപോലെ തന്നെ മനോഹരമായ പാട്ടുകൾ പാടാനും പ്രിയപ്പെട്ട മക്കളെയൊക്കെയും ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഈ അൾത്താരയിൽ പ്രത്യേകിച്ച് ഈ പൂക്കൾ നൽകിയ പ്രിയപ്പെട്ടവരെ ഈ സമയം ദൈവകരങ്ങളിൽ ഓർക്കുന്നു. അദ്ദേഹം നൽകിയത് സുശീലൻ എന്ന പ്രിയമകനും ഫാമിലിയുമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ സുഖമില്ലാതെ വളരെ ഭാരപ്പെട്ട അവസ്ഥയിൽ ആക്സിഡൻറ്റ് മുഖാന്തരം ഭാരപ്പെട്ട് കഴിയുന്നു. ആ പ്രിയപ്പെട്ടവനെയും ദൈവകരങ്ങളിൽ ഓർക്കാം. അതുപോലെ തന്നെ കമ്മിറ്റി അംഗത്തിൻ്റെ അമ്മ സിസിലി എന്ന് പറയുന്ന പ്രിയമാതാവ് ആശുപത്രിയിലാണ്. അവരെ ദൈവകരങ്ങളിൽ ഈ സമയം സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ദിവ്യ ആക്സിഡൻറ്റിൽ വീട്ടിൽ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഓർത്ത് നമുക്ക് ഈ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ നല്ല ദൈവമേ, പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് ദൈവം കാലാകാലങ്ങളിൽ അനുഗ്രഹങ്ങളും നന്മകളും നൽകി വഴി നടത്തി പരിപാലിച്ചല്ലോ. ദൈവത്തിൻ്റെ നല്ല പരിപാലനമില്ല എങ്കിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞങ്ങൾ മനുഷ്യനാണ്, ഞങ്ങൾ പാപികളാണ് എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ. എങ്കിലും വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള മനസ്സും ഒരുക്കവും ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകി ദൈവം അവരെ കാക്കണമേ. ആരും ഭവനങ്ങളിൽ ഇരിക്കാതെ നിർവിചാര അനുഭവത്തോടുകൂടെ ഭവനങ്ങളിൽ കാര്യാദികളെ നോക്കിയിരിക്കാതെ ദേവാലയത്തിൽ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ തൻ്റെ മക്കളെ ദൈവം സഹായിച്ചല്ലോ. ഇനിയും പലരും കർത്താവെ, ഞങ്ങൾ ബെഞ്ചുകൾ നോക്കുമ്പോൾ പലരും ഒഴിഞ്ഞ അവസ്ഥകളിലാണ്, പലരും എത്തിച്ചേരേണ്ടവരാണ്, പലരും രോഗികളും ഭാരപ്പെടുന്നവരുമാണ്, വാർദ്ധക്യാവസ്ഥയിൽ ഭാരപ്പെടുന്നവരാണ്. ദൈവമായ കർത്താവെ, അവരോട് നീ മനസ്സലിയണമേ. ഈ രാവിലെ സമയം തിരുസന്നിധിയിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മഹത്വങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ അധ്വാനിച്ചതിൻ്റെ നല്ലൊരു ഫലം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ മാസവരി കാണിക്കയായിട്ടും അല്ലാതെയുമായിട്ടൊക്കെ സമർപ്പിക്കുവാൻ ദൈവം അവസരം നൽകിയല്ലോ. ദൈവമായ കർത്താവെ, നിൻ്റെ മക്കൾ കൊടുത്തതിന് അപ്പുറമായിട്ട് ഞങ്ങൾ കൊടുത്തത് കൊണ്ട് മാത്രമല്ല, ഞങ്ങൾ കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളിലുമായി ജീവിച്ചവരാണ്. എന്നാൽ പ്രിയ കർത്താവെ, ഈ പ്രദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേക ഭക്തന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത മനോഹരമായ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ഭാഗ്യം നൽകി. പരിശുദ്ധനായ ദൈവമേ, നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഈ മാസവരി കാണിക്കകളെ ദൈവം ആശീർവദിക്കണമേ. അവിടുത്തെ കൃപയിൽ തന്നെ നീ സൂക്ഷിക്കണമേ. ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ അരുണിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പ്രിയ പൈതൽ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത്, അവരുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി ദൈവം കാക്കണമേ. ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹവും നന്മയും ഉള്ളതായി തീരുവാനും അവിടുത്തെ കൃപ അനുഭവിക്കുവാനും തൻ്റെ മക്കളെ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടോ അവരെയൊക്കെയും കാക്കണമേ.
അതുപോലെ തന്നെ സ്റ്റിജിൻ, അന്ന എന്നീ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ കൃപയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുമായിരിക്കുവാനും അവിടെ ജീവിതം നന്നായിരിക്കാനും ദൈവം കൃപ ചെയ്യണമേ. അവരുടെ ആഗ്രഹങ്ങളെ ദൈവം സഫലമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സിസിലി എന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ദൈവമേ, ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് പകരണമേ. ആപത്തുകളും അനർത്ഥങ്ങളും ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ വീണ് പോകാതിരിപ്പാൻ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരെ ബലപ്പെടുത്തണമേ, അവിടുത്തെ കൃപയിൽ തന്നെ നീ സൂക്ഷിക്കണമേ. കർത്താവെ കാണിക്കുക, അതിനുവേണ്ടി ദൈവനാമത്തിന് വേണ്ടി ചെലവിടുമ്പോൾ അതിൻ്റെ ഭംഗിയും അനുഗ്രഹവും നന്മയും ഒക്കെ പ്രാപിപ്പാൻ ദൈവം സഹായിക്കണമേ. അതുപോലെ മേലാങ്കോണം വേണു എന്ന പ്രിയ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃഗസമ്പത്ത് വളരെ പ്രയാസമായിട്ടൊരു പശുവിന് വളരെ പ്രയാസമായിട്ട് ദൈവമേ, ഈ ലോകത്തിലെ സകലതും സൃഷ്ടിച്ച ദൈവമാണ്, തൻ്റെ മക്കളുടെ ഉപജീവന വഴിയാണ്. അത് തകർന്നു പോകുവാൻ ഇടവരുത്തരുതേ കർത്താവേ. അവർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മറ്റേത് ഡോക്ടർമാരെക്കാൾ വലിയ ഒരു അനുഗ്രഹമായി കാണുവാൻ ദൈവം സഹായിക്കണമേ. അതുകൊണ്ട് ദൈവം സൗഖ്യം അതിന് കൊടുത്ത് അവനെ ആശീർവദിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്കതിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ ഇടവരുത്തണമേ. എബിൻ, ബിബിൻ എന്നീ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിൻ്റെ കരുണ, നിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തണമേ. എല്ലാ കാണിക്കകളെയും ദൈവം ആശീർവദിക്കണമേ. എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ കാണിക്കകൾ സമർപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ നന്മയും സന്തോഷവും അനുഗ്രഹവും എല്ലാവർക്കും ലഭിപ്പാൻ ദൈവം സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സഭയിലെ കമ്മിറ്റി അംഗങ്ങൾക്കായി, ഈ സഭയിലെ വിശ്വാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോരുത്തരും സംഘടനകൾ നേതൃത്വം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒരു പ്രാവശ്യം കൂടെ ദൈവം അനുഗ്രഹിച്ച് ദൈവം ബലപ്പെടുത്തണം. സകല നന്മകളും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണം. രക്ഷകനാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സമയം വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാവുന്നതാണ്. പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാവുന്നതാണ്. വായിക്കുവാനായി ലഭിച്ചിരിക്കുന്ന തിരുവചന വേദഭാഗം ഉൽപ്പത്തി 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ, വരുവിൻ, നാം ഇഷ്ടക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക. നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊക്കെയും അവർക്ക് അസാധ്യമാകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വച്ച് കലക്കിക്കളകയാൽ അതിനു ബാബേൽ എന്നു പേരായി. യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു. ആമേൻ. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 1 മുതൽ 21 വരെ വാക്യങ്ങൾ. ബെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ?
പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവൻ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും ഏലാമ്യരും മെസ്സപ്പൊത്തോമിയയിലും യഹൂദയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും പൃഗ്യയിലും പഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരനുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പറക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണിനേരം ആയിട്ടുള്ളവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങൾ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ആമേൻ. പെന്തക്കോസ്ത് നാളിലേക്കുള്ള വേദഭാഗം വായിച്ചു തീർന്ന് നമുക്ക് എഴുന്നേറ്റ് ഹല്ലേലൂയ പാടാം. ഇന്നത്തെ സുവിശേഷ ബന്ധഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് കൂടെ സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു തീർന്നു. Lord.
വിശ്വാസ പ്രമാണം ഒരുമിച്ച് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയവൻ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിപ്പിക്കപ്പെട്ട് കന്യാമറിയിൽ ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയും പാപമോചനവും ശരീരത്തിന്റെ പുനരുത്ഥാനവും നിത്യജീവനോട് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഈ അവസരത്തിൽ കൊയറിനോട് ചേർന്ന് 380 പാട്ട് ചെറിയ പുസ്തകത്തിലും വലിയ പുസ്തകത്തിലും 584. കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. മധ്യരായിലും ഞാൻ സഹായം എല്ലാം തേടുകില്ല നിശ്ചയം. മധ്യരായിലും ഞാൻ സഹായം എല്ലാം തേടുകില്ല നിശ്ചയം. ജീവനാഥനാവശ്യങ്ങളറിഞ്ഞു ജീവനാളെല്ലാം നടത്തിടുമേ. ജീവനാഥനാവശ്യങ്ങളറിഞ്ഞു ജീവനാളെല്ലാം നടത്തിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമരിൽ വെച്ചു ഞാനിന്നു വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമരിൽ വെച്ചു ഞാനിന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ചിറകുകളാൽ അവൻ മറയ്ക്കുമത് ഒരു ദോഷവും എനിക്കു വരാം. ചിറകുകളാൽ അവൻ മറയ്ക്കുമത് ഒരു ദോഷവും എനിക്കു വരാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. നിന്റെ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. നിന്റെ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. അന്നു ഞാനവൻ മാറിൽ മറഞ്ഞിടുമേ, കണ്ണീർ പൂർണ്ണമായി തോന്നിടുമേ. അന്നു ഞാനവൻ മാറിൽ മറഞ്ഞിടുമേ, കണ്ണീർ പൂർണ്ണമായി തോന്നിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലി നിന്നും പുത്രനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പഴയ നിയമ വേദഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യം. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു,
അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. ഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകാൻ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ച് കളഞ്ഞു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ നല്ല ദൈവമേ, പ്രിയ കർത്താവേ, അനുഗ്രഹമേറിയ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയും. അവിടുത്തെ കൃപയും സ്നേഹവും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ സമയവും സാഹചര്യവും ഒക്കെ ഓർക്കുന്ന കർത്താവേ, തിരുവചനം ഏറ്റവും ശ്രേഷ്ഠമാണ്, അത് അനുഗ്രഹമാണ്. ഞങ്ങൾ വചനത്തിൽ വളരേണ്ട മക്കളാണ്, പ്രാർത്ഥനയുള്ള മക്കളാണ്. ആത്മീക അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഇന്നത്തെ ചിന്തയിലൂടെ ഞങ്ങൾ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്യാനും ആത്മീകമായ അനുഗ്രഹത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ ദൈവമായ കർത്താവെ നീ സഹായിക്കണം. പ്രത്യേകിച്ച് ഈ ദിവസം മുതൽ അടിയനും ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു, അത് നിർവടിയായി ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യണമേ. കർത്താവെ, അടിയൻ്റെ മുമ്പിൽ വരുന്ന മക്കൾക്ക് ആശ്വാസവും അനുഗ്രഹവും നന്മയും പകരുന്ന ഒരനുഭവമായി തീരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. അടിയനെയും സഹായിക്കണം. അങ്ങയുടെ കൃപയിൽ തന്നെ സൂക്ഷിക്കണം. യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു മനോഹരമായ ആരാധനയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവം അവസരം നൽകിയല്ലോ. ഇവിടെ ഈ അധ്യായം പഠിക്കുമ്പോൾ മനുഷ്യൻ പണിത ഒരു ഗോപുരത്തിൻ്റെ കലക്കൽ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ബാബേൽ ഗോപുരത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ പോവുകയാണ്. ഇവിടെ അതിന് കാരണം ദൈവം ആ ഭാഗത്തേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. ഞാനതിനൊരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്വന്തം മഹത്വത്തിനു വേണ്ടി ഗോപുരം പണിതവർ എന്നാണ്. പലപ്പോഴും പല മനുഷ്യരും ഈ ലോകത്ത് മഹത്വങ്ങൾക്ക് വേണ്ടി ഗോപുരം പണിയാറുണ്ട്. ബൈബിളിൽ സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് പറയുന്നു, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്നാണ്. അപ്പോൾ പാതാളത്തിലേക്കും ഗോപുരങ്ങൾ പണിയാറുണ്ട്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹവുമായ പണി അത് വളരെ പ്രയാസം നിറഞ്ഞതാണ്. ഒരു കാര്യം കൂടെ നിങ്ങളിടയ്ക്ക് ഓർപ്പിക്കട്ടെ. ഈ ആരാധന 7 മണിക്കാണ് ആരാധന ആരംഭിക്കുന്നത്. കഴിയുന്നതും ഫോൺ കോളുകളോ മറ്റെല്ലാ കാര്യങ്ങളും അല്പം നേരത്തെ വിളിച്ചിട്ട് ഈ ആരാധനയിൽ നിർബന്ധമായി ആരാധനയിലിരിക്കണം. 8:30 നിങ്ങൾക്ക് പുറത്തിറങ്ങാം. ഞാൻ കൃത്യസമയത്തിന് നിർത്തും. അതിനു മുമ്പ് ആരും പുറത്തിറങ്ങി പോകരുത്, ദയവിച്ച്. കാരണം ഇത് പരിശുദ്ധ ആരാധനയാണ്. ഇത് മറ്റ് സ്ഥലങ്ങളെ പോലെ ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ നമുക്ക് എപ്പോഴും ഇറങ്ങി പോകാം, മറ്റു മരണ വീട്ടിൽ പോയാൽ എപ്പോഴും ഇറങ്ങി പോകാം. പക്ഷേ ആരാധന സ്ഥലം ഭക്തിയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ദയവായി ആരാധനയ്ക്ക് ഇരിക്കുന്നവർ സ്വസ്ഥമായി പ്രാർത്ഥനയോടെ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ആമേൻ. അപ്പോൾ ഇവിടെ പറഞ്ഞത് സ്വന്തം മഹത്വത്തിന് വേണ്ടി ഗോപുരം പണിയും. അപ്പോൾ സ്വന്തം മഹത്വത്തിനായിട്ട് പണിയപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ പാതാള ഗോപുരങ്ങൾ പണിയുന്നവരുണ്ട്. ഇതിലേത് പണിയാണ് നമ്മളിലിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ദൈവം നോഹയോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച്
ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് അടയാളമായി ഒരു മഴവില്ല് കൊടുത്തിട്ട് ജനം അത് അംഗീകരിച്ചില്ല. പിന്നീട് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ അവർ വീണ്ടും ഗോപുരം പണിയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഗോപുരത്തിൻ്റെ പണിയുടെ പ്രവർത്തനം. അപ്പോൾ ഒരു പ്രാവശ്യം ദൈവം പറഞ്ഞു, ഇനി മേലാൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആകാശത്ത് ഈ മഴവില്ല് അവിടെ വയ്ക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളെ വിട്ടിട്ട് സ്വന്തം മഹത്വത്തിന് വേണ്ടി ഗോപുരം പണിത ഒരു അനുഭവമാണ് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. അനേകരും ദൈവത്തിന് എതിരായ മത്സരികളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അത് ഇന്നും സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവങ്ങൾ. മത്സരികളാണ്, ഏത് കാര്യത്തിനും മത്സരങ്ങളാണ്. പക്ഷെ നമ്മൾ ദൈവസന്നിധി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠതയും പ്രാർത്ഥനയും ഭയഭക്തിയോടും കൂടെ നമ്മൾ ജീവിക്കേണ്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ് ഇവർ വഴിതെറ്റിപ്പോയത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം, 7-ാമത്തെ വാക്യം പറഞ്ഞു, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്ന് സംസാരിക്കേണ്ട വിഷയങ്ങൾ പലപ്പോഴും കലങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കും. ഇത് സഭകളിൽ പലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സമൂഹത്തിലുണ്ടാകുന്നതൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ ബൈബിൾ പറയുന്നത് ഒരിക്കലും ദേവാലയത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അധ്വാനിക്കണം എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ അധ്വാനമെല്ലാം ദൈവനാമത്തിനായിരിക്കണം. അപ്പോൾ സന്തോഷത്തോടു കൂടി ആയിരിക്കണം. നമുക്ക് വിട്ടുവീഴ്ചകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ഭയഭക്തിയിലൂടെ നമ്മുടെ കുടുംബത്തിൽ നന്മയുണ്ടാകണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വാക്ക് ഓർമ്മിക്കും. ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളെ ഓർപ്പിക്കുന്നത്, 36-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്. അവിടെ പറയുന്നത്, നിങ്ങൾ 36-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമായിരിക്കണമേ എന്നാണ്. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ആലയത്തിൽ ഒരു പുഷ്ടിയുണ്ട്. നമ്മൾ ദേവാലയത്തിൽ വന്ന് ഉണങ്ങിപ്പോകാൻ പാടില്ല. നമ്മൾ പലപ്പോഴും പറയുന്നു, ഞാൻ ഇന്ന ദേവാലയത്തിൽ പോയി, ഞാൻ ക്ഷീണിച്ചു പോയി, എനിക്ക് ഒരു നന്മയും കിട്ടിയില്ല, ഒരനുഗ്രഹവും ഉണ്ടായില്ല എന്നൊന്നും ഒരിക്കലും പറയരുത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു എന്നാണ്. ഒരു ആരാധനയിൽ മനോഹരമായ പാട്ടുകൾ, ദൈവവചനങ്ങൾ, വായനകൾ, മറ്റെല്ലാ കാര്യാദികളും, സൺഡേ സ്കൂള്, സഭയിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവികമായ പ്രവർത്തനത്തിന് ഉയർച്ച ഉണ്ടാകാനുള്ളതാണ്, വളരാനുള്ളതാണ്. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടാണ് ഓരോ കാര്യം ചെയ്യേണ്ടത്. അത് വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു കാര്യമായി. അതുകൊണ്ട് നമ്മുടെ ഈ സീറ്റുകളുടെ ഇടയിൽ ആരൊക്കെയാണ് വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. പലരും ഭവനങ്ങളിലാണ്, ചില രോഗികളുണ്ട്. അത് വളരെ വേദന നിറഞ്ഞ ഒരു അനുഭവമാണ്. പക്ഷേ വരാൻ കഴിയുന്നവർ ദയവായി ആരാധനകളിൽ നിർബന്ധമായി പങ്കെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ കൊയറിൻ്റെ ഭാഗത്ത് ശൂന്യത കാണുന്നു. പലപ്പോഴും ആ ശൂന്യത ഉള്ള ഒരു അനുഭവം ഉണ്ടാകരുത്. നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതായിട്ട് പാടാനായിട്ട് കഴിയും, നന്നായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് മനോഹരമായ പാട്ടുകളിലൂടെ, മനോഹരമായ പ്രാർത്ഥനകളിലൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും പാട്ട് പ്രാക്ടീസ് ചെയ്യുകയും. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ചുരുക്കം കുഞ്ഞുങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ദയവായി പാടാൻ കഴിയുന്ന, അതിനുള്ള
കഴിഞ്ഞ നാളുകളിൽ നിങ്ങളായിരുന്ന മേഖലയിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ദൈവാലയത്തിലെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കണം. അത് നിങ്ങൾക്ക് തന്ന ആയുസ്സും ആരോഗ്യമാണ്. ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട്, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന കമ്മിറ്റികളുണ്ട്, ഡീക്കന്മാരായി അധ്വാനിച്ചവരുണ്ട്. ഇങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവാലയത്തിലെ പുഷ്ടി അനുഭവിക്കണം. അവിടെ ശാപം ഉണ്ടാകുവാനായിട്ട് പാടില്ല. അപ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ കലക്കി നമ്മുടെ ജീവിതങ്ങൾ തകർന്നു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ വഴിതെറ്റിപ്പോയി എന്നാണ്. വഴിമാറി യാത്ര ചെയ്യുന്നു. അപ്പോൾ ഈ രാവിലെ സമയം വഴിമാറി യാത്ര ചെയ്യുവാനുള്ള ഒരു തീരുമാനമല്ല നമുക്ക് വേണ്ടത്. അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ഈ ഭൂമിയിൽ നല്ല തലമുറകൾ പാട്ടും പ്രാർത്ഥനയും കൂട്ടായ്മയും ഉള്ള, ആത്മീക അനുഭവമുള്ള, ഭയഭക്തിയുള്ള ഒരു സഭ ആയി വളരണം. സഭ വളരുന്നത് ഇതിനകത്തുള്ള വ്യക്തികളാണ്. ഞാൻ വന്നപ്പോൾ ഈ സഭ കഴിഞ്ഞ ഇടയ്ക്കൊരു ദിവസം വന്നു. അതിനുശേഷം ഇവിടെ വരുമ്പോൾ ഈ സഭയുടെ മനോഹാരിത ഞാൻ കണ്ടു. എത്ര പേരുടെ വിയർപ്പ് തുള്ളികളാണ് ഈ മനോഹരമായി ഈ ദേവാലയമായിരിക്കുന്നത്. ചിലവരൊക്കെ മൺമറഞ്ഞു പോയിരിക്കാം, അവരെയൊക്കെ കുടുംബങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ടായിരിക്കാം. പ്രിയമുള്ളവരെ, എത്ര ആ ശ്രേഷ്ഠത നമുക്ക് കാണണം. അപ്പോൾ ആലയത്തിലെ പുഷ്ടിയാണ് നമ്മളെ ജീവിതത്തെ ഭംഗിയായി അനുഗ്രഹമായി നടത്തപ്പെടുന്നത്. അതുകൊണ്ട് നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ദാഹിക്കുന്നവരെല്ലാവരും വരട്ടെ. സൗജന്യമായി ലഭിക്കുന്ന തിരുവചനം, ആരാധനകൾ ഭയഭക്തിയോടെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സും ഒരുക്കവും ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നിട്ട് അവരെക്കുറിച്ച് പറയുന്നത്, നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആ ഉറവയുള്ളത്. വേറെ ഈ ലോകത്ത് കിട്ടത്തില്ല. മറ്റ് സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചാൽ, ലോകത്തിറങ്ങി തിരിഞ്ഞാൽ നമുക്ക് ഈ ഉറവ ഉണ്ടാകത്തില്ല. അതെപ്പോഴും വറ്റിപ്പോകുന്ന ഉറവകളും ശണ്ടയുടെയും വഴക്കിൻ്റെയും പ്രയാസങ്ങളുടെയും ഉന്തലും തള്ളലുമുള്ള ആ ഉറവകളാണ്. പക്ഷേ ബൈബിൾ പറയുന്നു, നിന്റെ പക്കൽ ജീവൻ്റെ ഉറവയുണ്ട്. അപ്പോൾ ഈ രാവിലെ സമയം ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ പറയേണ്ടത്, ദൈവമേ, ഞാൻ ഈ ആരാധനയിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് ഈ തിരുസന്നിധിയിൽ നിന്ന് കിട്ടുന്ന മനോഹരമായ ഉറവ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് ഇത് അനുഗ്രഹമായി തീരണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരുന്നത്. ദൈവവചനം പറയാനുള്ള ശക്തി പകരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അത് ഈ അൾത്താരയിൽ നിന്ന് വരുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി വളരെ പ്രാർത്ഥനയോടെ, വളരെ ഭക്തിയോടുകൂടെ ആരാധനയിൽ ഇരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, നിന്റെ പക്കൽ ജീവൻ്റെ ഉറവയുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. അപ്പോൾ പ്രകാശം ഉള്ള മക്കളാണ് നാം എല്ലാവരും. കാരണം നമ്മൾ വഴിമാറി യാത്ര ചെയ്യാൻ പാടില്ല, നശിച്ചു പോകാൻ പാടില്ല. കഴിഞ്ഞ ദിവസം നമ്മളെ റവറൻഡ് OK മോഹൻദാസ് അച്ഛൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടായി. അനുസ്മരണ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും പ്രാർത്ഥനകളും ആരാധനകളെക്കുറിച്ചൊക്കെ വളരെ ഹൃദയംഗമായി പറയുവാനിടയുണ്ടായി. ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അനേകർക്ക് പ്രയോജനമായി, അനുഗ്രഹമായി, വ്യക്തികൾക്ക് അനുഗ്രഹമായി. അതുതന്നെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകണം. ഇന്ന കുടുംബം അല്ലേ, നമ്മുടെ വീട്ടിൽ ഒരു പേരുണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബം ഇന്ന കുടുംബമാണ് എന്ന് പറഞ്ഞ് പേരുണ്ടാകണമെങ്കിൽ നമ്മൾ ഭക്തിയുള്ളവരായി ജീവിക്കുമ്പോഴാണ്, നമുക്കൊരു പ്രാർത്ഥന ഉള്ളപ്പോഴാണ്, നമുക്കൊരു ഭവന പ്രാർത്ഥന ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ മറ്റു കൂട്ടായ്മകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമ്മുടെ ആത്മീക അനുഭവത്തിൻ്റെ ഭംഗി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ആ മനുഷ്യൻ വഴിതെറ്റിപ്പോയി എന്നുള്ളതാണ്. അവരുടെ ഭാഷയ്ക്ക് മാറ്റം വന്നു. ഇന്ന് ലോക മനുഷ്യന് പലപ്പോഴും ഭാഷയ്ക്ക് മാറ്റം വരും. ഒരിക്കലൊരു അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ആരാധനയൊക്കെ കഴിഞ്ഞ് ബൈബിളുമായിട്ട് കടന്നു പോവുകയാണ്.
അങ്ങനെ പോയപ്പോൾ ഇടയ്ക്ക് തൻ്റെ വിരോധമുള്ള ഒരു വ്യക്തിയെ കണ്ടു. ഇവരെ നോക്കാതെ തിരിഞ്ഞ് കടന്നു പോവുകയാണ്. അപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ ബൈബിൾ കൊണ്ടുപോയ അമ്മച്ചി പറഞ്ഞു, എൻ്റെ ബൈബിള് എൻ്റെ കയ്യിൽ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു ചില വാക്കുകൾ എന്ന് പറഞ്ഞാൽ ബൈബിള് കയ്യിലുണ്ടെങ്കിലും അല്ലെ പ്രാർത്ഥനയുണ്ടെങ്കിലും ഇതുപോലുള്ള ഗോപുരങ്ങൾ പണിയുവാൻ മനുഷ്യർ ശ്രമിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. നമ്മളെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു വഴിയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടും ഭയഭക്തിയോടും കൂടെ ഇവിടെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വഴിതെറ്റിയപ്പോൾ അവർ പാപം ചെയ്യുവാനിടയുണ്ടായി. ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ വരുവാൻ എത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ബൈബിൾ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് കാണുവാനായിട്ട് ദൈവം താഴേക്ക് ഇറങ്ങി വരുന്നു എന്നാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യം പഠിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, യഹോവ ഇറങ്ങി വന്നു എന്നാണ്. അപ്പോൾ ദൈവം ഇറങ്ങി വരുന്ന ഒരു ശുശ്രൂഷയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ മക്കളുടെയും കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരിക്കണം, പാട്ടുപുസ്തകം ഉണ്ടായിരിക്കണം. ദേവാലയത്തിൽ വരുമ്പോൾ കൈയും വീശി വരരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്ത് നമ്മൾ ഇവിടം വിട്ട് പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ പുസ്തകമാണ് ബൈബിൾ. ഈ ഭൂമി വിട്ട് മനുഷ്യൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട. അപ്പോൾ ഇവിടം വിട്ട് പോകും, പക്ഷെ അത് എപ്പോൾ പോകുന്നു അറിയാൻ പറ്റത്തില്ല. രാത്രിയാണോ പകലാണോ ഏത് വീട്ടിലാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ വിട്ടു പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ നിർദ്ദേശങ്ങളടങ്ങിയ പുസ്തകമാണ് ബൈബിൾ. അപ്പോൾ ആ നിർദ്ദേശം നമുക്ക് ഒരു ഇൻസ്ട്രക്ടറാണ്. അത് അനുഭവിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ ഇവിടേക്ക് ഇറങ്ങി വന്നു. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നാൽ അത് നമ്മുടെ അവസ്ഥ, നമ്മുടെ സാഹചര്യങ്ങൾ, ദൈവം നമ്മോട് കൂടെ എന്നുള്ളതിന് നമുക്ക് നന്ദി പറയേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, സക്കായിയുടെ ഭവനത്തിൽ യേശു വരുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ യേശു വന്നു എന്നിരിക്കട്ടെ, വരുമ്പോൾ എത്രമാത്രം ഇവനും എന്നോട് കൂടി അബ്രഹാമിൻ്റെ മകനായിത്തീരുന്ന ഒരനുഭവം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അവിടെ അനുഭവിക്കുന്നു. എനിക്കുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ട് എൻ്റെ ഭവനത്തിൽ യേശു വസിക്കുന്നു, ഈ വീടിന് രക്ഷ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വഴിതെറ്റിപ്പോയപ്പോൾ ദൈവവചനത്തിൻ്റെ വചനത്താൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ, ദൈവത്തിൻ്റെ ജീവശ്വാസം നൽകിയവൻ, ദൈവാരാധനയും നീതിബോധവും ഉള്ള മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ചിന്തയുള്ളവൻ, വ്യക്തിത്വമുള്ളവൻ, വിവേകമുള്ളവൻ, ധാർമ്മിക ബോധമുള്ളവൻ, തേജസ്സും ബഹുമാനവും അണിഞ്ഞവൻ, സ്വാതന്ത്ര്യ ബുദ്ധി അവന് കൊടുത്തിരിക്കുന്നു. പക്ഷെ എങ്കിലും ഈ മനുഷ്യൻ ദൈവത്തെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതിനെ ഒരു വേദഭാഗം നിങ്ങളെ ഓർപ്പിക്കുന്നത്, ഇങ്ങനെ മറന്നു പോകുന്ന ഒരനുഭവം പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളപ്പോൾ റോമാലേഖനം 1-ാം അധ്യായം അതിലെ ഒരു വാക്യം ഇതിന് വളരെ അനുയോജ്യമായ ഒരു കാര്യമാണ്. 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, റോമാലേഖനം 1-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്നാണ്. അവരുടെ ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വ്യർത്ഥമായ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നാണ്. അപ്പോൾ എപ്പോഴാണ് മനുഷ്യൻ്റെ ഹൃദയം ഇരുണ്ടു പോകുന്നത്, പാപത്തിലേക്ക് വീണു പോകുന്നത്? ചിന്തിച്ചാൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് എത്ര പേരാണ് ഭവനങ്ങളിൽ നിർവിചാരാനുഭവത്തോടെ ഇരിക്കുന്നത്? അവിടെ അച്ഛൻ നടത്തട്ടെ, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ നടത്തട്ടെ, അവിടെ ഉണ്ടല്ലോ ആളുകൾ, എന്തൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പലപ്പോഴും പറയും, ശരീരത്തിന് പനി ബാധിച്ചാലും നിങ്ങൾ ഈ ദേവാലയത്തിൽ വരണം. കിടക്കണം തോന്നിയാൽ മെഷീൻ പോലുണ്ട്, സൂപ്പറായിട്ട് ദൈവം നിങ്ങളായിട്ട് എന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്.
ഇവിടെ വന്നു, തലകറങ്ങി വീണുപോയി, കുഴപ്പമില്ല, കമ്മിറ്റിക്കാരുണ്ട്, അവരെടുത്ത് അവിടെ കൊണ്ട് നിങ്ങളെ കിടത്തുകയും നിങ്ങളെ അതിൻ്റെതായ ശുശ്രൂഷകൾ ചെയ്യും. പനിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കേണ്ട, ദേവാലയത്തിലേക്ക് വന്നാൽ ഈ പനി മാറിപ്പോകും, ഈ വേദന മാറിപ്പോകും, ഈ കഷ്ടപ്പാട് മാറിപ്പോകും, ദൈവം വലിയവ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റിക്കളഞ്ഞു എന്നാണ്. അപ്പം മനുഷ്യൻ ഇന്ന് പാപത്തിൽ വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ കഴിയാതെ വിവേകമുള്ള മനുഷ്യൻ, ധാർമ്മിക ബോധമുള്ള മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, കഴിവുള്ള മനുഷ്യൻ, ഇങ്ങനെ അവരുടെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന്, ഈ ആധിപത്യത്തിൽ നിന്ന് അവൻ നഷ്ടമാകാതിരിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. ഇന്ന് പ്രത്യേകിച്ച് തൃത്വനാമത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന പെന്തക്കോസ്ത് നാളിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനവും സഭാരൂപീകരണവും ഏറ്റവും ശ്രേഷ്ഠമാണ്. ദൈവാത്മാവ് ഒരുമിച്ച് കൂടി, ജനങ്ങൾ ഒരുമിച്ച് കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് മനുഷ്യരുടെ മേൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അവിടെ കാര്യം സാധിച്ചിട്ട് തിരിച്ചു പോകുന്ന ആത്മാവ്. പുതിയ നിയമത്തിൽ സഭാരൂപീകരണത്തിലൂടെ ദൈവാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റവരും രക്ഷിക്കപ്പെടുവാൻ അവന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്നു എന്നാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം, അവൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യണം. അന്ധകാരത്തിൻ്റെ വഴികളൊന്നും പ്രവേശിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ പ്രവേശിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം പരാജയമായി തീരും എന്നുള്ളതാണ്. പിന്നീട് പരിശുദ്ധാത്മാവ് എല്ലാ വിശ്വാസികളിലും ആത്മാവിനെ നിറയ്ക്കുന്നതാണ്. നമ്മുടെ ഈ ശരീരമല്ല, ഒരു ദൈവാത്മാവിൻ്റെ ശക്തി നമ്മളെ മേൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബാബേലിൽ ഭാഷയുടെ വൈവിധ്യവും മൂലം ഉണ്ടായിരുന്ന തടസ്സമെല്ലാം ക്രിസ്തുവിൽ ദൂരീകരിക്കപ്പെടുന്നതായി അവിടെ പെന്തക്കോസ്ത് ഉണ്ടായ ഈ അനുഭവം വ്യക്തമാക്കുകയാണ്. അപ്പോൾ പഴയ നിയമം മാത്രമല്ല, പുതിയ നിയമത്തിൽ പഴയ നിയമ കാലഘട്ടത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി അത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ അനുഭവത്തിന് വേണ്ടി, സഹായത്തിനു വേണ്ടി സങ്കീർത്തനക്കാരൻ പറയുന്നത് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുത്ത് ചെല്ലണം എന്നാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഭക്തിയോടുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രാർത്ഥനയും യാചനകളും അപേക്ഷകളുമാണ്. അതുപോലെ തന്നെ മനുഷ്യന് വിജയത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത് ദൈവവചനം കേൾക്കുക, അവനായി ചെവി തരിക എന്നുള്ള ഒരനുഭവമാണ്. എന്നാൽ പ്രതിവാദത്തോടുകൂടെ ഉള്ള ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയും നീതിക്കും അനുസരിച്ചുള്ള മറുപടി. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കരുതേ, ജീവനുള്ളവനാരും തിരുസന്നിധിയിൽ നീതിമാനാകുന്നില്ലല്ലോ എന്നാണ്. അപ്പം ബൈബിൾ പറയുന്നത് അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കരുതേ, ജീവനുള്ളവനാരും തിരുസന്നിധിയിൽ നീതിമാനാകില്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും ദൈവികമായ നന്മകളും നമ്മൾ അനുഭവിക്കുമ്പോൾ, ഈ രാവിലെ സമയം തിരുസന്നിധിയിൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, ഇത് ഒരു പക്ഷേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങൾക്ക് ഞാൻ സമാധാനം നൽകുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലൂസ് ഒരു കാര്യം ഫിലിപ്പിയ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വാക്യം വായിക്കുന്നില്ല, എനിക്ക് ക്രിസ്തു എനിക്ക് ജീവനാണ്, ക്രിസ്തു എനിക്ക് ജീവനാണ്. അപ്പോൾ ക്രിസ്തു എനിക്ക് ജീവനായി തീരുമ്പോൾ എനിക്ക് വേറെ ഒരു കൈത്താങ്ങിൻ്റെ ആവശ്യമില്ല.
ഈ വേദപുസ്തകത്തിന് വേറൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. വേറൊരു പുസ്തകം വച്ചതിനെ താങ്ങി നിർത്തേണ്ട ആവശ്യമില്ല. നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വഴി നടത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലൂസ് പറയുന്നു, എൻ്റെ ജീവനാണ്. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും യേശു ക്രിസ്തു എൻ്റെ ജീവനാണ്? എൻ്റെ ജീവനാണ് യേശു. പിന്നീട് പറയുന്നു, ഈ ക്രിസ്തു എനിക്ക് മാതൃകയാണ്. ക്രിസ്തു എനിക്ക് മാതൃകയാണ്. ഞാൻ അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യും. എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും തലമുറകളോളം ദൈവസന്നിധിയിൽ ആരാധിച്ച് ദൈവത്തിൻ്റെ മഹത്വം കാണും. അതാണ് മാതൃക. പൗലൂസ് പറഞ്ഞു. പൗലൂസ് ആരായിരുന്നൊക്കെ നമുക്കറിയാം, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നീട് പറയുന്നു, ക്രിസ്തു എനിക്ക് നേട്ടമാണ്, കോട്ടമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടമല്ലാതെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? കോട്ടം തന്നിട്ടില്ല, അല്ലേ? നമുക്ക് സാമ്പത്തിക കുറവുണ്ടായിരിക്കാം, നിങ്ങൾ ചെറിയ ഭവനങ്ങളിൽ താമസിക്കുന്നിരിക്കും, പക്ഷെ നാളെ നിങ്ങൾക്ക് വലിയ വീടുകൾ ദൈവം തരും, തലമുറകളിൽ തരാൻ കഴിയും. അതൊരു സന്തോഷമാണ്. ഇവിടെ വാടക വീടാണ്, എല്ലാവർക്കും വാടക വീടാണ്. ഒന്നീ മനുഷ്യർ കടപ്പെട്ടിരിക്കുന്നു, ലോൺ എടുത്ത് ചെയ്യും, കടപ്പെട്ടിരിക്കും, അത് ലോണായിട്ട് അടച്ചുകൊണ്ടിരിക്കും. ഇല്ല എങ്കിൽ വാടകയ്ക്ക് താമസിക്കും. നമ്മളെ ജീവിതം വാടക വീടാണ്. ഈ ശരീരം നാളെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിന് പോകുന്നതിന് മുമ്പ് പൗലൂസ് പറയുന്നത് പോലെ പറയേണ്ട ഒരു കാര്യം, ക്രിസ്തു എനിക്ക് ജീവനാണ്, ക്രിസ്തു എനിക്ക് മാതൃകയാണ്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ നേട്ടമാണ്. എനിക്ക് കോട്ടമൊന്നും തന്നില്ല. ശരീരം നരച്ചാലും പല്ല് കൊഴിഞ്ഞാലും കണ്ണ് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഇങ്ങനെ പറയും, ദൈവമേ നീ എനിക്ക് നേട്ടം തന്നെയാണ്. ഈ ഭൂമിയിൽ മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് യേശു ക്രിസ്തു ദൈവമക്കളായിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം. എന്നിട്ട് പൗലൂസ് പറയുന്നു, ക്രിസ്തു എനിക്ക് ശക്തിയാണ്. ഹല്ലേലൂയ. ക്രിസ്തു എനിക്ക് ശക്തിയാണ്. ആ ശക്തിയിലാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരാധന എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠവും മാന്യവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവമായി കണ്ടുകൊണ്ട് ആരും നിർവിചാര അനുഭവത്തോടുകൂടെ ഭവനങ്ങളിലിരിക്കരുത്. അത് ശാപമാണ്. കാരണം അപ്പോഴാണ് ശത്രു നമ്മളെ പിടിക്കുന്നത്, നമ്മളെ ജീവനായി തീരും, നമ്മളെ ജീവൻ അപഹരിക്കുന്നത്, നമ്മളെ തലമുറകൾക്ക് നഷ്ടം സംഭവിക്കുന്നത് എല്ലാം നമ്മൾ ഭവനങ്ങളിലിരിക്കുമ്പോഴാണ്. അതൊരിക്കലും പാടില്ല. അത് വളരെ പ്രയാസം. അതുകൊണ്ട് ദേവാലയത്തിലേക്ക് വന്നാൽ ദേവാലയത്തിൽ തന്നെ ഇരിക്കണം. കാരണം ശത്രു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, നിന്നെ ഏത് വഴി തട്ടിക്കൊണ്ടു പോകാം എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കും. ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കേണ്ട സമയം 1 മണി അടിച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ ദേവാലയത്തിലെത്തണം. അല്ലെങ്കിൽ ആരാധനയ്ക്ക് 10 മിനിറ്റ് നേരത്തെ ദേവാലയത്തിലെത്തണം. ഇവിടെയാണ് ദൈവാനുഗ്രഹം. ഒരിക്കലൊരു വ്യക്തി ഒരു ഇതിൽ പറഞ്ഞൊരു വിഷയം ഇതാണ്, 1 മണി അടിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൂതന്മാർ ദേവാലയത്തിൻ്റെ ഉള്ളിൽ എല്ലാ വാതിലുകളിലും വന്ന് നിൽക്കുമെന്നാണ്. എല്ലാ വാതിലുകളിലും ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ ദൂതന്മാർ അങ്ങനെ നമ്മളെ ശുശ്രൂഷകൾക്ക് അതിനുള്ള സപ്പോർട്ട് ചെയ്ത് ആരാധനയിൽ നന്മകൾ നൽകി വചനങ്ങൾ പറയുവാനും പ്രാർത്ഥിക്കുവാനും പാടുവാനും വചനം വായിക്കാനൊക്കെ മക്കൾക്കൊക്കെ ശക്തി കൊടുത്തുകൊണ്ട് വേറെ ആരും പ്രവേശിക്കാതെ ഇതിനകത്തേക്ക് നിൽക്കും. ഇനി 2 മണി കഴിയുമ്പോൾ ആരാധന തുടങ്ങിയതിന് ശേഷം ചില ആൾക്കാർ ദേവാലയത്തിലേക്ക് കടന്നു വരും. അത് കടന്നു വരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരെ നടന്ന് നോക്ക്, സീറ്റുണ്ടോ എന്ന് നോക്കും. കാരണം എല്ലാവരും ഫുള്ളായിരിക്കും. ഇവിടെ നിന്ന് അങ്ങനെ എല്ലാ സ്ഥലത്തും നോക്കും, സീറ്റില്ല. എവിടെയോ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരാളിനെ തള്ളി നീക്കി അവിടെ കയറി ഇരുന്നു. പെട്ടെന്ന് ഒരു ഫോൺ വന്നു, ഇദ്ദേഹം എണീറ്റ് അതേ വഴിക്ക് പോയി. പക്ഷെ അത് സാത്താൻ ആ മനുഷ്യനെ പറന്തലയ്ക്ക് അടിച്ച് പുറത്ത് കളയുക. കാരണം അവൻ ആരാധനയ്ക്കൊരു ഒരുക്കമില്ല, ആരാധനയ്ക്കൊരു അനുഭവമില്ല. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അകത്ത് പ്രവേശിക്കുന്നു,
ആ പ്രവേശനം ഏതോ ഫോൺ കാളിലൂടെ അവൻ പുറത്തിറങ്ങി പോകുന്നു. അന്നത്തെ ആരാധന അവൻ്റെ ജീവിതത്തിൽ പരാജയമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരാധനയ്ക്ക് തീരുമാനമെടുക്കണം. ശനിയാഴ്ച തീരുമാനമെടുക്കണം. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും വരാൻ വയ്യാത്തവരെ വിളിച്ച് പറയാച്ച എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കാം, ഞാനിവിടെ ഉണ്ടാവും. നിർബന്ധമായി ആരാധന മുടക്കം കൂടാതെ നിങ്ങളുടെ മക്കളെയും ചേർത്ത് പിടിച്ച്, കൊച്ചുമക്കളെയും ചേർത്ത് പിടിച്ച് ദേവാലയത്തിലെത്തണം. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യമാണ്. ഈ ലോകത്തിൽ കുറേ സമ്പത്തുണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. അത് കുറേ കഴിയുമ്പോൾ മറ്റാരുടെ കയ്യിലായിത്തീരും. പിന്നീട് നമ്മൾ വേദനിക്കും. എന്നാൽ ദൈവ ആരാധന അത് അനുഗ്രഹമാണ്. നമ്മുടെ കുടുംബത്തിന് ജീവനായി, സന്തോഷമായി, നന്മയായി തീരും എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പുറത്തിറങ്ങിപ്പോയി ആരും നിൽക്കരുത്. ആരാധനാ സമയത്ത് ആരാധന ഭയങ്കര തീഷ്ണതയുള്ള ഒരു ആരാധന സ്ഥലം, തീഷ്ണതയുള്ള സ്ഥലമാണ്. ഇത് നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിലും 1 മണി അടിക്കുന്നതിന് മുമ്പ് ഞാൻ ആ പള്ളിയിലെത്തും. അത് ഞാൻ അവിടെ മിഷൻ വീടില്ലാത്തത് കൊണ്ട് എനിക്ക് താമസിക്കാൻ മറ്റൊക്കെ സൗകര്യമില്ല. ഞാൻ അത്രയും രാവിലെ എൻ്റെ ഭാര്യ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവൾ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി രാവിലെയൊക്കെ ക്രമപ്പെടുത്തി എന്നെ രാവിലെ വിളിച്ചുണർത്തി ആ ഒരു അനുഭവത്തിൽ എന്നെ രാവിലെ വിടും. ഞാൻ പ്രാർത്ഥനയോടെ ആ ദേവാലയത്തിൽ 1 മണി അടിക്കുന്നതിന് മുമ്പ് ഒരു 1.25 മണിക്കൂറോളം യാത്രയുണ്ട് ബൈക്കിൽ. രാവിലെ അവിടെ എത്തും. അങ്ങനെ ഞാൻ ആരാധന നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെയും ആരാധനയ്ക്ക് 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് 6 മണി കഴിഞ്ഞ് 6 മണിയായപ്പോൾ ഞാൻ ദേവാലയത്തിൻ്റെ വാതിലിലായി. ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് ആരാധന ഭയങ്കര അനുഗ്രഹമാണ്. അതിനെ തള്ളിക്കളഞ്ഞ് അത് നിസ്സാരമാണ്. ഒരു പുരോഹിതനെന്ന് നിങ്ങൾ കാണുന്നു. ഇതോടെ ദൈവത്തിൻ്റെ വാക്കായി ദൈവം ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ആരും പുറത്തിറങ്ങി പോകാൻ പാടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. ആര് വിളിച്ചാലും ചിന്തിക്കണം അദ്ദേഹം ഇപ്പം ദേവാലയത്തിലാണ്, കുറെ കഴിഞ്ഞിട്ട് വിളിക്കാം. അങ്ങനെയുള്ളൊരു മാതൃക ഉണ്ടായിരിക്കണം. പൗലോസ് പറഞ്ഞ കാര്യം അതാണ്. യേശു എനിക്ക് മാതൃകയാണ്. അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. എത്ര സീരിയസ് പ്രശ്നമായി അല്ലേ, മരണകരമായ അവസ്ഥയാണെങ്കിൽ മരിച്ചയാൾ അദ്ദേഹം പോകും. പക്ഷേ ജീവനോടെ ഇരിക്കുന്ന നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ഭയഭക്തി ഉണ്ടാകും, പ്രാർത്ഥനയുണ്ടാകും. ആത്മീക അനുഗ്രഹം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. കരയാനാണ് പറയുന്നത്. കർത്താവ് വേദനയിൽ പറഞ്ഞ വാക്കാണ് നിങ്ങൾ കരയുക എന്നുള്ളത്. അതുകൊണ്ട് വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാനും ദൈവികമായ സന്തോഷം അനുഭവിക്കുവാനും സർവശക്തനായ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ സഭ എന്ന് പറയുന്നത് നിങ്ങൾ ദേവാലയത്തിൽ നട്ടപ്പെട്ട മനോഹരമായിരിക്കുന്ന മുന്തിരിവള്ളികളാണ്. ഇത് നമുക്ക് പ്രയോജനപ്പെടണം, അനുഗ്രഹമായി തീരണം, നന്മയായി തീരണം എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. ധർമ്മശേഖര വാക്യങ്ങൾ ഒരുമിച്ച് പാടാം. നിന്റെ
ഞെരുക്കമുള്ള ഒരു സ്പെഷ്യൽ പാട്ട് പാടുമ്പോൾ സ്തോത്ര കാണിക്ക ശേഖരിക്കുന്നത്.
ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഈ നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നൽകിയ കാണിക്കകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ദേവാലയത്തിൽ കാണിക്കയായിട്ട് സമർപ്പിക്കപ്പെടുന്നത് ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹവുമാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും വിലയുള്ളതാണ്. ദൈവമേ, നിൻ്റെ നാമത്തിന് ഞങ്ങൾ എന്നെല്ലാം കൊടുക്കാൻ കഴിയുമോ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് കർത്താവേ, നിൻ്റെ മക്കളാകുന്ന ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ഞങ്ങൾക്ക് സാമ്പത്തികം ആവശ്യമാണ് എങ്കിലും അതിനേക്കാൾ ഉപരി ഞങ്ങളെ വ്യക്തികളാകുന്ന ഞങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ഞങ്ങളെ വഴി നടത്തണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചവർ, നേരത്തെ വഴിപാടായി നൽകിയ പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഈ അൾത്താര പൂവ് നൽകിയ സുശീലൻ ആൻഡ് ഫാമിലി, തൻ്റെ മകൻ ആക്സിഡൻറ്റ് മുഖാന്തരം ഭാരപ്പെടുന്നു, ആ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതുപോലെ കമ്മിറ്റി അംഗത്തിൻ്റെ അമ്മ സിസിലി എന്ന് പറയുന്ന പ്രിയമാതാവ് ആശുപത്രിയിലായിരിക്കുന്നു, അവരെ ദൈവകരങ്ങളിൽ ഓർക്കാം. അതുപോലെ തന്നെ ദിവ്യ ആക്സിഡൻറ്റിൽപ്പെട്ട് വീട്ടിൽ കഴിയുന്നു, തൻ്റെ മകളെ ദൈവകരങ്ങളിൽ ഓർക്കാം. അതുപോലെ തന്നെ മൃഗസമ്പത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നൽകിയ പ്രത്യേകിച്ച് വേണു എന്ന പ്രിയമകനെ, അതുപോലെ തന്നെ ഈ സഭയെയും സഭയിലുള്ള കമ്മിറ്റി അംഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്ത കഴിഞ്ഞ ദിവസം അടിയനൂടെ കടന്നു വന്നപ്പോൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പ്രിയമക്കൾക്ക് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. സഭ അങ്ങനെ ഒരുമിച്ചുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷവും അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവേ, നീ ഞങ്ങൾക്ക് കാണിച്ച സകല നന്മയ്ക്കും കരുണയ്ക്കും വിശേഷിച്ച് നിൻ്റെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകുകയും നിൻ്റെ ഇഷ്ടത്തെയും കൃപയെയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനും ഞങ്ങൾ നിന്നോട് സ്തോത്രം പറയുന്നു. നിൻ്റെ വചനം നല്ല ഗുണമുള്ള ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഞങ്ങൾ ഫലപുഷ്ടിയുള്ള ഒരു ജീവിതം കഴിക്കേണ്ടതിന് നീ നിൻ്റെ വചനം ഞങ്ങളിൽ നടണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിൻ്റെ രക്ഷാകരമായ വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടതിന് നീ ലോകത്തിലെങ്ങുമുള്ള നിൻ്റെ സഭയെയും അതിൻ്റെ സകല ശുശ്രൂഷകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഭരിക്കണമെന്ന് ഞങ്ങൾ ഏറ്റവും ഹൃദയപൂർവ്വമായി നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ നീ നിൻ്റെ വചനത്താൽ ബലപ്പെടുത്തി സകല മനുഷ്യരോടുമുള്ള സ്നേഹത്തെ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ILCയുടെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിൻ്റെ മേകൾ തട്ടുമുതൽ താഴെയുള്ള ചെറിയ സഭകൾ വരെയുള്ള പ്രവർത്തനങ്ങളിൽ സിനഡും സർക്കിളും തലത്തിൽ പ്രവർത്തിക്കുന്നവർ, അതിൻ്റെ നേതൃത്വം വഹിക്കുന്നവർ, അവരൊക്കെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബാലരാമപുരം സർക്കിളിൽ കർത്താവെ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു മനസ്സോടുകൂടെ പ്രവർത്തിപ്പാനും ഞങ്ങൾക്കതിൽ പങ്കാളികളാകുവാനും ദൈവം കൃപ ചെയ്യണമേ. ആവശ്യമായ ശക്തിയും ബലവും ദൈവകൃപയും ധാരാളമായിട്ട് പകരണമേ. സഭയിലുള്ള പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരുടെ ഉപജീവനത്തിന് വേണ്ടതായ എല്ലാ വഴികളും നൽകി അവരെ പരിപാലിക്കണമേ. ദൈവമേ, കഷ്ടമോ നഷ്ടമോ സങ്കടമോ കഷ്ടപ്പാടുകളോ വരാതെ ദൈവകരങ്ങളിൽ തന്നെ വഹിച്ച് ദൈവ ആശ്വാസവും അനുഗ്രഹവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ സംഘടനകളും, ബാലജന സംഘടന, സ്ത്രീജന സംഘം, അതുപോലെ യുവജന സംഘടന, സൺഡേ സ്കൂള്, അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ശക്തമായി എടുത്തുപയോഗിക്കുകയും എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കൾ അവരെ അതിലേക്ക് പറഞ്ഞു വിടുവാനും ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം തക്കതായ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അങ്ങ് കൂടെ ഇരുന്ന് വഴി നടത്തുകയും സഹായിക്കുകയും ചെയ്യണം. എല്ലാ കാര്യങ്ങളും ദൈവമേ, നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന നിൻ്റെ ഏകപുത്രന് ഞങ്ങളുടെ കർത്താവുമായ രക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേയും ആമേൻ. നമുക്ക് ഈ അവസരത്തിൽ ഈ പെന്തക്കോസ്ത് നാളിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാമാലയുണ്ട്.
ചെറിയ പുസ്തകത്തിൽ 451 പാട്ടാണ് ഭാഗമാണ് പേജ് നമ്പർ. വലിയ പുസ്തകത്തിൽ 545 പേജ്. ആ ഭാഗം നമുക്ക് ഏറ്റുചൊല്ലുകയും തുടർന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. ചെറിയ പുസ്തകത്തിൽ 451 പേജും വലിയ പുസ്തകത്തിൽ 545 പേജ്. പെന്തക്കോസ്ത് നാളിലേക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, കേൾക്കണമേ. ക്രിസ്തുവേ, ദയവായി കേൾക്കണമേ. വിശുദ്ധ തൃത്വമേ, ഏകദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവേ, പിതാവിനോടും പുത്രനോടും തുല്യനായുള്ളവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവേ, പിതാവിൽ നിന്നുള്ള വാഗ്ദത്വമേ, ഉദാരനായ സ്നേഹനിധിയെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമേ, സ്വർഗീയ പ്രഭാപൂരമേ, എല്ലാ നന്മയുടെയും കാരണനെ, ജീവജലത്തിൻ്റെ ഉറവിടമേ, നിത്യവും ജ്വലിക്കുന്ന സ്നേഹമേ, സത്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവേ, പരിജ്ഞാനത്തിൻ്റെയും ആലോചനയുടെയും ആത്മാവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവേ, അറിവിൻ്റെയും ഭക്തിയുടെയും ആത്മാവേ, ദൈവഭയത്തിൻ്റെ ആത്മാവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ആത്മാവേ, കൃപയുടെയും പ്രാർത്ഥനയുടെയും ആത്മാവേ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സഹനശക്തി, ദീർഘക്ഷമ, നന്മ എന്നിവയുടെ ആത്മാവേ, ശാന്തത, സൗമ്യത, വിശ്വാസം എന്നിവയുടെ ആത്മാവേ, വിനയം, വിശുദ്ധി, ജീവദ്രിത്വം എന്നിവയുടെ ആത്മാവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച് കൊണ്ട് ഇരുന്നവനെ, പുരാതന വിശുദ്ധന്മാർക്ക് ഉള്ളതിൽ കൊടുത്ത് സംസാരിപ്പിച്ചവനെ, പരിശുദ്ധ കന്യകയുടെ മേൽ നിഴലിട്ടവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവപുത്രന്റെ ഉൽപാദനത്തിന് അതിശയകരമാവണ്ണം പ്രവർത്തിച്ചവനെ, അവൻ്റെ സ്നാനത്തിങ്കൽ അവൻ്റെ മേൽ ഇറങ്ങിയവനെ, പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരുടെ മേൽ തീനാവുകൾ പോലെ ആവസിച്ചവനെ, ഞങ്ങളും വീണ്ടും ജനിക്കുവാൻ കാരണമായവനെ, ഞങ്ങളിൽ വസിക്കുന്നവനെ, സഭയെ ഭരിക്കുന്നവനെ, മുഴു ലോകവും നിറഞ്ഞിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. കർത്താവേ, കേൾക്കണമേ. എല്ലാ നന്മകളും ചെയ്യുന്നതിനുള്ള കൃപ തരണമെന്നും ഞങ്ങളെ നീതിയിൽ കാക്കണമെന്നും നീ ഞങ്ങളുടെ നിത്യ പ്രതിഫലമായിരിക്കണമെന്നും കർത്താവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ലോകത്തിൻ്റെ പാപമേറ്റ കുഞ്ഞാടേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വർഷിപ്പിക്കണേ. ലോകത്തിൻ്റെ പാപമേറ്റ ദൈവ കുഞ്ഞാടേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ അയക്കണമേ. ലോകത്തിൻ്റെ പാപമേറ്റ ദൈവ കുഞ്ഞാടേ, നിന്റെ പരിശുദ്ധാത്മാവിനെ തരണമേ. ക്രിസ്തുവേ, കേൾക്കണമേ. ക്രിസ്തുവേ, ദയവായി കേൾക്കണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായ ഒരു ആത്മാവിനെ ഞങ്ങൾ പുതുക്കണമേ. നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥന ഒരുമിച്ച് പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ട സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ സമാഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷക്കാരുടെ സദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. രക്ഷക വീണ്ടും നിൻ മുൻപിൽ ഞങ്ങൾ സ്തോത്ര സംഗീതങ്ങൾ ചൊല്ലിടുന്നു. ആരാധന തീർന്നു പോകും മുന്നേ ആശീർവാദത്തിനായി കുമ്പിടുന്നു.
സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. എന്റെ സഹോദരമേ അവിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൽമനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. ശുശ്രൂഷ അവസാനിച്ചു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ചില പരസ്യങ്ങൾ. പ്രത്യേകിച്ച് നമുക്ക് ഈ ആഴ്ചയിൽ 12/6/25 വ്യാഴാഴ്ച നമുക്ക് ഇട ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. 7 മണിക്ക് തന്നെയാണ് ആരാധന ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ പങ്കെടുക്കുക. 8 മണിക്ക് സഭാ കമ്മിറ്റി ഉണ്ടായിരിക്കും. പങ്കെടുക്കുക. സന്തോഷത്തോടെ എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ 14/6/25 കോട്ടുകാൽ സീനായി ലൂതറൻ സഭയിൽ വെച്ച് 9 മണി മുതൽ 4 മണി വരെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ടീച്ചേഴ്സുമാരും കുട്ടികളും അതിന് പങ്കെടുക്കുകയും വളരെ നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ ചെയ്ത് നിങ്ങൾ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ സെക്രട്ടറികൾ അറിയിക്കുന്നതാണ്. 50 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. വാഹനത്തിന് 100 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാത്തവർക്ക് തുടർന്നുള്ള മറ്റു പ്രോഗ്രാമുകളൊന്നും പങ്കെടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ 15/6/25 അന്ന് ആ ദിവസം സൺഡേ സ്കൂളിൻ്റെ ലേമൺ ഫെലോഷിപ്പിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. മാതാപിതാക്കളെ ആദരിക്കുക എന്നുള്ള ഒരു വിലയേറിയ ഒരു ശുശ്രൂഷയാണ്. കാരണം പലപ്പോഴും എൻ്റെ പപ്പയ്ക്ക് ഒരു ആദരവ് എന്ന ചിന്തയിൽ മക്കൾ പപ്പയ്ക്ക് അമ്മയ്ക്ക് അവരെ വിളിച്ചൊരു ആദരിക്കുന്ന ഒരു അനുഭവം നല്ലൊരു കാര്യമാണ്. അതൊരു സന്തോഷമാണ്. എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് അത് ഇവിടെ സഭ എങ്ങനെ ക്രമീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എത്രമാത്രം നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുമോ അത് ഭംഗിയാക്കി ചെയ്യുക. കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് ഭംഗിയായിട്ട് ചെയ്യുക. കാരണം എൻ്റെ പപ്പ എൻ്റെ അമ്മ എന്ന് പറയുന്നത് മക്കളുടെ ഏറ്റവും വിലപിടിപ്പുള്ള വ്യക്തികളാണ്. അവരുടെ രക്തവും അവരുടെ മാംസവും നിങ്ങൾക്ക് വേണ്ടി ചെലവിട്ടതാണ്. അതുകൊണ്ട് എത്രമാത്രം ആദരിക്കാനും സ്നേഹിക്കാനും അവരെക്കുറിച്ച് പറയാനും ഒക്കെ അതിനുള്ള ഒരു അനുഭവമായി നിങ്ങൾ കാണുക. അങ്ങനെ എൻ്റെ പപ്പയ്ക്ക് ഒരു ആദരവ് എന്ന ഒരു ശുശ്രൂഷ നന്നായിട്ട് നടത്തുക. വൈകുന്നേരം 4 മണിക്ക് പൊൻവിളയിൽ 7 CRMക്കാർക്ക് ഓർഡിനേഷൻ നൽകുന്നതാണ്. നമ്മുടെ സഭയിൽ നിന്നും പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സഭാ കമ്മിറ്റി ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ദൈവം അവസരം നൽകി. ഈ സഭ കാണുവാനും എന്നെ ആദ്യം മുതൽ എന്നെ കാണാനും സഹകരിക്കാൻ ഈ സഭ കമ്മിറ്റി തയ്യാറായി. ആ കമ്മിറ്റി നിങ്ങളോട് കാര്യങ്ങളൊക്കെ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്നെനിക്കറിയാം. ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല.
എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാം, ഞാൻ സംസാരിക്കുന്നതാണ്. എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് ഞാൻ പറയാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സ്വീകരിച്ചതിന്, ഈ സഭ അങ്ങനെ കരുതിയതിന് ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സഭ പ്രസിഡന്റ് എന്തെങ്കിലും സംസാരിക്കും?